ചരിത്ര പഠന കേന്ദ്രം സംഘടിപ്പിക്കുന്ന ഇഹ അഹമ്മദ് സാഹിബ് സ്മാരക ദേശീയ സെമിനാർ ഇവിടെ ആരംഭിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ മുഖ്യാതിഥി മുൻ കേന്ദ്രമന്ത്രി മണിശങ്കർ അയ്യർജി ഇവിടെ എത്തിച്ചേരുന്നതാണ്. യോഗ നടപടികൾ നമുക്ക് ആരംഭിക്കുകയാണ്. എല്ലാ വിശിഷ്ടാതിഥികളെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഹരിത രാഷ്ട്രീയത്തിൻ്റെ ഇന്നലെകളെ ഇന്നിൻ്റെയും നാളെയുടെയും തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് മുമ്പ് ഹരിതം ചരിത്ര പഠന കേന്ദ്രം എന്ന പേരിൽ ഒരു സംഘടന അവിഭക്ത കണ്ണൂർ ജില്ല ആസ്ഥാനമായി രൂപീകൃതമായത്. ഇതിൻ്റെ ആശയവും പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് പരേതനായ TP മമ്മു സാഹിബാണ്. 2022 മാർച്ച് 8 അദ്ദേഹം കോവിഡ് കാരണം നമ്മോട് വിട പറഞ്ഞു പോയി. പരേതന് സർവശക്തനായ അല്ലാഹു ഖബർ ജീവിതത്തിൽ സർവ്വസൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹരിതം ചരിത്ര പഠന കേന്ദ്രം ഈ കാലയളവിൽ ഒട്ടേറെ അനുസ്മരണങ്ങളും ചർച്ചാ ക്ലാസ്സുകളുമൊക്കെ സോഷ്യൽ മീഡിയ വഴിയും അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഇതേ വേദിയിൽ വെച്ച് അഭിവന്ദ്യനായ CH മുഹമ്മദ് കോയയുടെ CH സ്മൃതി എന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുകയും CH എഴുതിയതും CHനെ കുറിച്ച് എഴുതിയതുമായ പുസ്തകങ്ങളുടെ രചയിതാക്കളെയും ആദരിക്കുകയും മറ്റും ചെയ്യുകയും ഉണ്ടായിട്ടുണ്ട്. കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ഹരിതം ചരിത്ര പഠന കേന്ദ്രം നടത്തിയ വ്യക്തികൾ വിശേഷങ്ങൾ എന്ന അനുസ്മരണ പരിപാടി ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അവിഭക്ത കണ്ണൂർ ജില്ലയിലെ ഹരിത രാഷ്ട്രീയത്തിന് വേണ്ടി സർവ്വതും സമർപ്പിച്ച ത്യാഗവര്യരായ 200ഓളം വ്യക്തികളെ ഈ വ്യക്തികൾ വിശേഷങ്ങൾ എന്ന പരിപാടിയിലൂടെ ഞങ്ങൾ പുതുതലമുറക്ക് പരിചയപ്പെടുത്തുകയുണ്ടായി. അതോടൊപ്പം തന്നെ പുതിയ പുതിയ സിമ്പോസിയങ്ങളും പുതിയ ആനുകാലിക വിഷയങ്ങളെക്കുറിച്ചുള്ള സിമ്പോസിയങ്ങളും മറ്റും നമ്മുടെ ബഹുമാന്യനായ വിശിഷ്ടാതിഥി മണിശങ്കർ അയ്യർജി കടന്നു വരികയാണ്. ഐ ഹാർട്ട്ലി വെൽക്കം ടു മണിശങ്കർ അയ്യർജി സർ. ആൻഡ് MSFൻ്റെ ദേശീയ പ്രസിഡന്റ് PV മുഹമ്മദ് സാജു സാഹിബിനെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഹരിത രാഷ്ട്രീയത്തിൻ്റെ നന്മകളെ ജനസമൂഹത്തിൽ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള സേവനാത്മകമായ പ്രവർത്തനങ്ങൾ തുടർന്നും ഹരിതം ചരിത്ര പഠന കേന്ദ്രം നടത്തിവരുന്നതെന്നാണ്. പുതിയ തലമുറയ്ക്ക് ഹരിത രാഷ്ട്രീയത്തെക്കുറിച്ച് പുതിയ അറിവുകൾ സമ്പാദിച്ചു കൊടുക്കുന്നതിന് വേണ്ടി
എൻ്റെ സ്വാഗത ഭാഷണം ദീർഘിപ്പിക്കുന്നില്ല. ഹരിതം ചരിത്ര പഠന കേന്ദ്രത്തിന് വേണ്ടി നിങ്ങളുടെ എല്ലാവിധരുടെയും സഹകരണങ്ങൾ തുടർന്നുമുണ്ടാകണമെന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ഈ ചടങ്ങിലേക്ക് നിങ്ങളേവരെയും സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് ഹരിതം ചരിത്ര പഠന കേന്ദ്രത്തിൻ്റെ വർക്കിംഗ് ചെയർമാൻ അഷ്റഫ് ബംഗാളി മൊഹല്ല സാഹിബാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ വിശിഷ്ടാതിഥി മണിശങ്കർ അയ്യരെ ഹാർദമായി ഹരിതം ചരിത്ര പഠന കേന്ദ്രത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തെ ഒരു ചരിത്ര ഗ്രൂപ്പ് എന്ന നിലയിൽ ഞങ്ങൾ ഇ അഹമ്മദ് സാഹിബിനെ കുറിച്ച് ബഹുമാന്യനായ സി മുഹമ്മദ് കുഞ്ഞി സാഹിബ് എഴുതിയ ജീവചരിത്ര പഠന പുസ്തകം സമ്മാനമായി നൽകിക്കൊണ്ടാണ് സ്വാഗതം ചെയ്യുന്നത്. അതിനായി സി മുഹമ്മദ് കുഞ്ഞി സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. MSFൻ്റെ ദേശീയ പ്രസിഡൻറ്റും പ്രഗത്ഭനായ വാഗ്മിയുമായ PV അഹമ്മദ് സാഹിബിനെ ഹരിതം ചരിത്ര പഠന കേന്ദ്രത്തിന് വേണ്ടി ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. കേരള സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ വൈസ് പ്രസിഡൻറ്റും പ്രമുഖ പ്രഭാഷകനും സർവോപരി ജനഹൃദയങ്ങളിൽ മുസ്ലിം ലീഗിൻ്റെ സന്ദേശം എത്തിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പാടുപെടുകയും ചെയ്യുന്ന സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ ഉപാധ്യക്ഷനും സെക്രട്ടേറിയറ്റ് അംഗവുമായ അബ്ദുറഹ്മാൻ കല്ലായി സാഹിബിനെ ഹരിതം ചരിത്ര പഠന കേന്ദ്രത്തിന് വേണ്ടി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. മുസ്ലിം ലീഗിൻ്റെ കണ്ണൂർ ജില്ലാ പ്രസിഡൻറ്റും പ്രമുഖ വാഗ്മിയുമായ അബ്ദുൽ കരീം സാഹിബിനെ ഹരിതം ചരിത്ര പഠന കേന്ദ്രത്തിന് വേണ്ടി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. കണ്ണൂർ കോർപ്പറേഷൻ്റെ പുതിയ മേയറും മുസ്ലിം ലീഗിൻ്റെ സമുന്നത നേതാവുമായ മുസ്ലിം മഠത്തിനെ ആദരപൂർവ്വം ഹരിതം ചരിത്ര പഠന കേന്ദ്രത്തിന് വേണ്ടി സ്വാഗതം ആശംസിക്കുകയാണ്. കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി KT സഹദുള്ള സാഹിബിനെ ആദരപൂർവ്വം ഹരിതം ചരിത്ര പഠന കേന്ദ്രത്തിന് സ്വാഗതം ആശംസിക്കുകയാണ്. ഇ അഹമ്മദ് സാഹിബിൻ്റെ സ്മരണകൾ ഒരു നൊമ്പരമായി ഉണർത്തുന്ന ഈ ചടങ്ങിൽ ഇ അഹമ്മദ് സാഹിബിനെ അരനൂറ്റാണ്ടുകാലം ബമ്പ സാഹിബെ എന്ന് പരസ്പരം വിളിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ബമ്പൻ എന്നാൽ അഹമ്മദ് സാഹിബും അഹമ്മദ് സാഹിബ് എന്നാൽ ബമ്പനുമായ ഒരു കാലഘട്ടമായി ഉണ്ടായിരുന്നു. ആ ബമ്പൻ സാഹിബിനെ
ഹരിതം ചരിത്ര പഠന കേന്ദ്രം ഈ സെമിനാറിൽ വെച്ച് ആദരിക്കപ്പെടുക കൂടി ചെയ്യുന്നുണ്ട്. ഈ ചരിത്ര പഠന കേന്ദ്രത്തിൻ്റെ അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സെമിനാറിൽ സാന്നിധ്യം കൊണ്ട് സജീവമായി പങ്കെടുക്കുന്ന നിങ്ങളേവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി വർക്കിംഗ് ചെയർമാൻ അഷ്റഫ് ബംഗാളി മോല്ല സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. സ്റ്റേജിൽ ഉപവിഷ്ടരായ അഭിവന്ദരും ആദരണീയരുമായ നേതാക്കന്മാരെ, വിശിഷ്ടാതിഥികളെ, സദസ്സിൽ ഉപവിഷ്ടരായ പ്രമുഖ വ്യക്തിത്വങ്ങളെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹരിതം ചരിത്ര പഠന കേന്ദ്രത്തിൻ്റെ ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തെ സംബന്ധിച്ച് മഹാനായ അഹമ്മദ് സാഹിബിൻ്റെ സ്മരണ നിലനിർത്തിക്കൊണ്ട് ഉള്ള ഒരു സെമിനാറാണ് ഇന്നിവിടെ വെച്ചുകൂട്ടിയിട്ടുള്ളത്. ഹരിതം ചരിത്ര പഠന കേന്ദ്രത്തിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സ്വാഗത ഭാഷകൻ ജനറൽ കൺവീനർ OK സമദ് നിങ്ങളോട് സവിസ്തരം പ്രതിപാദിച്ചു. 3 കൊല്ലം മുമ്പ് നമ്മുടെ പത്രപ്രതിനിധികൾ, ചരിത്രകാരന്മാർ, അതുപോലെ തന്നെ സാഹിത്യ രംഗത്തുള്ള വിവിധ വ്യക്തിത്വങ്ങൾ, സാംസ്കാരിക രംഗത്തെ പ്രമുഖൻ ഇതെല്ലാം കൂടി സംഗമിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ മുന്നോട്ടുള്ള വളർച്ചയിൽ നമുക്കെന്ത് പങ്കുവഹിക്കാൻ സാധിക്കും എന്ന് വളരെ കൂലങ്കഷമായി ആലോചിക്കുകയും ആ സംഗമത്തിൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ, അതായത് അഭിമാനകരമായ 75 സംവത്സരങ്ങൾ പിന്നിട്ട മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ വളരെയധികം ത്യാഗപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച, അതുപോലെ തന്നെ ജീവൻ ബലിയർപ്പിച്ച അനേകം ആളുകളുടെ ജീവചരിത്രങ്ങളും അവരുടെ മാതൃകാപരമായ പ്രവർത്തനങ്ങളും, അതുപോലെ തന്നെ അവർ നാട്ടിനും സമൂഹത്തിനും ചെയ്ത മഹത്തായ സംഭാവനകൾ, അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അനേകം യതീംഖാനകൾ, അറബിക് കോളേജുകൾ, അതുപോലെ മദ്രസകൾ, സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയുടെ എല്ലാം തന്നെ പ്രവർത്തനങ്ങൾ നടത്തി ഈ കാലയവനികൾക്കുള്ളിൽ മറഞ്ഞുപോയ ആ മഹാന്മാരായ ആളുകളുടെ ജീവചരിത്രം പുതിയ തലമുറക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിനും അവരെ മുസ്ലിം ലീഗിൻ്റെ ആ മഹത്തായ പാതയിലേക്ക് ചലിപ്പിക്കുന്നതിനും അതുപോലെ മുസ്ലിം ലീഗിൻ്റെ ആശയാദർശങ്ങൾ ജീവിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം എന്ന നിലക്കാണ് 3 വർഷം മുമ്പ് ഹരിതം ചരിത്ര പഠന കേന്ദ്രം എന്ന കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുള്ളത്. അവിഭക്ത കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ, കാസർഗോഡ്, വയനാട് ഉൾക്കൊള്ളുന്ന 3 ജില്ലകൾ, ഇപ്പോൾ 3 ജില്ലകളായി പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാരുടെ ഒരു സംഗമമാണ് ഇത്. കഴിഞ്ഞ 3 കൊല്ലക്കാലങ്ങളിടയിൽ ആ കോവിഡ് കാലത്തിന് കഴിച്ചാൽ മറ്റുള്ള സമയങ്ങളിലെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലും അതുപോലെ ഓരോ പ്രാദേശിക രംഗത്ത് പ്രവർത്തിച്ചവരുടെ അനുസ്മരണ പ്രഭാഷണങ്ങളും അതുപോലെ തന്നെ അവരുടെ എല്ലാം തന്നെ ചരിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥങ്ങളിൽ പ്രസിദ്ധീകരിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി നമ്മുടെ പാനൂർ, കൂത്തുപറമ്പ് അടങ്ങുന്ന ആ പ്രദേശത്തിലെ 73ഓളം മൺമറഞ്ഞു പോയ മഹാരഥന്മാരുടെ ജീവചരിത്രം നൗഷാദ് അണിയാരം എന്ന നമ്മുടെ ചന്ദ്രികാ ലേഖകൻ്റെ മുഖാന്തരം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. പുതിയ തലമുറക്ക് അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിലും ഇതേപോലെ നമ്മുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളിൽ വളരെ ത്യാഗപരമായ പ്രവർത്തനങ്ങൾ നടത്തിയ അനേകം ആളുകളുടെ ജീവചരിത്രങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അത് അവരുടെ എല്ലാം തന്നെ അവരുടെ കാലഘട്ടങ്ങളിലുണ്ടായ മഹത്തായ പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ഓരോ പ്രദേശത്തും അവരുടെ ജീവചരിത്രം പ്രസിദ്ധീകരിക്കുന്ന പ്രവർത്തനങ്ങളാണ് നമ്മളുള്ളത്.
അതിൻ്റെ ഭാഗമായുള്ള സെമിനാറുകൾ, അതുപോലെ അനുസ്മരണ പ്രഭാഷണങ്ങൾ എല്ലാം നമ്മൾ ഓരോ കാലഘട്ടത്തിലും നടത്തി വരണം എന്നുള്ള ഒരു അനുഭവമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ മഹാനായ CH മുഹമ്മദ് ഖാദർ സാഹിബിൻ്റെ 40ാം ചരമദിനത്തിൽ നമ്മൾ ഒരു വലിയൊരു സ്മൃതി പദം ഇവിടെ നടത്തുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി നമ്മുടെ 40 വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ, അതായത് എല്ലാ കോളേജ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള essay കോമ്പറ്റീഷന് വേണ്ടിയുള്ള അവസരമുണ്ടാക്കുകയും നമ്മുടെ വിവിധ സംഘടനകൾ SFIയിലെ സംഘടനാ പ്രവർത്തകർ പോലും മഹാനായ CH കേരളത്തിൽ നൽകിയ സംഭാവനകളെക്കുറിച്ചുള്ള essay, അതായത് പ്രബന്ധം വളരെ നല്ല രീതിയിൽ എഴുതുകയും അവർ സമ്മാനാർഹവും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിൽ നിന്ന് 40 കുട്ടികളെ തിരഞ്ഞെടുക്കുകയും അവർക്ക് മഹാനായ CHൻ്റെ പേരിലുള്ള ഉപഹാരങ്ങൾ നൽകുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് മഹാനായ ഇയാമത് സാഹിബ് കണ്ണൂർ സിറ്റിയിൽ നിന്ന് ജനിച്ച് ലോകത്തോളം വളർന്ന ബിഷപൗരൻ മഹാനായ ഇയാമത് സാഹിബിൻ്റെ സ്മരണകൾ പുതുക്കുന്നതിന് വേണ്ടിയും, അതുപോലെ തന്നെ അദ്ദേഹം നമ്മുടെ പാർലമെൻ്ററി രംഗത്ത് നൽകിയ മഹത്തായ സംഭാവനയുടെ ഭാഗമായി ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായ വിഷയം നമ്മുടെ ഇന്ത്യ നേരിടുന്ന ഈ ജനാധിപത്യ വെല്ലുവിളികളെ സംബന്ധിച്ചുള്ള ഒരു വിഷയമാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിന് അനുയോജ്യനായി ആ വിഷയം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയും, അതുപോലെ തന്നെ നമ്മുടെ പാർലമെൻ്ററി രംഗത്തും കഴിഞ്ഞ കാല മന്ത്രിസഭാ രംഗങ്ങളിലും വളരെയധികം പ്രവർത്തനങ്ങൾ ആർജിക്കുകയും അഹമ്മദ് സാഹിബുമായി വളരെ അടുത്ത് പ്രവർത്തിക്കുകയും ചെയ്ത നമ്മുടെ ഫാസിസത്തിനെതിരായുള്ള ഏറ്റവും ശക്തമായ മുന്നണി പോരാളിയായ മണിശങ്കർ അയ്യർജിയെ നമുക്ക് ഈ പരിപാടിക്ക് ലഭിച്ചതിൽ അതിയായ സന്തോഷം രേഖപ്പെടുത്തുകയും അദ്ദേഹത്തെ ആർദ്രമായി സ്വാഗതം ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല, സമയ ദൈർഘ്യത്താൽ അനേകം നേതാക്കന്മാരെല്ലാം തന്നെ നമ്മുടെ ഈ വേദിയിലുണ്ട്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ വൈസ് പ്രസിഡന്റ് അബ്ദുറഹിമാൻ കല്ലായി സാഹിബ് അവറുകളാണ്. അതുപോലെ തന്നെ ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി, ജനറൽ സെക്രട്ടറി KT സഅദുള്ള സാഹിബ്, അതുപോലെ തന്നെ നമ്മളെ MSFൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് സാജു, നമ്മുടെ അഡ്വക്കേറ്റ് PV ജൈനുദ്ദീൻ സാഹിബ് തുടങ്ങിയ, അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂരിൻ്റെ അഭിമാനമായി മാറിയ കണ്ണൂർ കോർപ്പറേഷൻ്റെ മേയർ മുസ്ലിം മഠത്തിൽ തുടങ്ങിയവരെല്ലാം തന്നെ നമ്മളെ അഭിസംബോധന ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ അഹമ്മദ് സാഹിബിനെ നിഴൽ പോലെ പിന്തുടർന്നുകൊണ്ട് അഹമ്മദ് സാഹിബിൻ്റെ ആൾ രൂപമായി പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട നമ്മുടെ വമ്പൻ സാഹിബിനെ നമുക്ക് ഇന്ന് ഈ യോഗത്തിൽ വെച്ച് ആദരിക്കുന്നുണ്ട്. അദ്ദേഹവും നമ്മുടെ വളരെ ശാരീരികമായി അസുഖങ്ങൾ നേരിട്ടുകൊണ്ട് നിൽക്കുന്നാലും അദ്ദേഹം ഇവിടെ സന്നിധാനത്തിൽ അതിയായ സന്തോഷവും ഏർപ്പെടുത്തുകയും അദ്ദേഹത്തെയും നമ്മൾ സ്വാഗതം ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഹരിതം ചരിത്ര പഠന കേന്ദ്രത്തിൻ്റെ കമ്മിറ്റി മെമ്പർമാർ, അതുപോലെ തന്നെ നമ്മുടെ അഭ്യുദയകാംക്ഷികൾ, മുസ്ലിം ലീഗിൻ്റെ ഉന്നതരായ ജില്ലാ ഭാരവാഹികൾ, വിവിധ കമ്മിറ്റി ഭാരവാഹികൾ, വിവിധ പ്രമുഖ വ്യക്തികൾ, വിവിധ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ, എല്ലാവരെയും ഒറ്റവാക്കിൽ ഹാർദവമായി സ്വാഗതം നൽകിക്കൊണ്ട് ഈ മഹത്തായ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട അബ്ദുറഹിമാൻ കല്ലായി സാഹിബിനെ ആദരവോടുകൂടി ക്ഷണിച്ചു. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇന്ത്യൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ സ്നേഹനിർഭരമായ അഭിവാദ്യം അർപ്പിക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും കൂടിയാലോചിച്ച് രൂപം നൽകിയ ഹരിതം ചരിത്ര പഠന കേന്ദ്രം എന്ന മഹത്തായ സംവിധാനത്തിൻ്റെ കീഴിൽ വളരെ ശ്രദ്ധേയമായൊരു ചർച്ച ഇന്നിവിടെ നടക്കുകയാണ്. ഇവിടെ മുഖ്യ അതിഥിയായി ജനാധിപത്യ മതേതര ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയനായ നേതാവ് തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിൽ മുഖ്യാതിഥിയായി എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ മുസ്ലിം ലീഗിൻ്റെ
പോഷക ഘടകമായ MSFൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻറ്റ് നമ്മൾ അഭിമുഖീകരിക്കാനുണ്ട്. ജില്ലാ പ്രസിഡൻറ്റ്, ജനറൽ സെക്രട്ടറി, അതുപോലെ നമ്മുടെ കോർപ്പറേഷൻ മേയർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ നിങ്ങൾ അഭിമുഖീകരിക്കാനുണ്ട്. ഞാനിവിടെ ദീർഘമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്ത്യൻ ജനാധിപത്യം അതിഗുരുതരമായ വെല്ലുവിളിയെ നേരിടുന്ന സാഹചര്യത്തിലാണ് ഏറ്റവും ശ്രദ്ധേയമായ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നത് വളരെ സന്ദർഭോചിതമാണ്. ഞാൻ ഈ സംഘടനയുടെ നേതാക്കന്മാരെ ഹാർദവമായി അഭിനന്ദിക്കുകയാണ്. ഈ പ്രോഗ്രാമിൽ ഇവിടെ മുഖ്യ അതിഥിയായി ക്ഷണിച്ചിട്ടുള്ളതും വളരെ ശ്രദ്ധേയനായൊരു വ്യക്തിത്വത്തെയാണ് എന്ന കാര്യത്തിൽ നമുക്കെല്ലാവർക്കും സന്തോഷമുണ്ട്. മതേതര ജനാധിപത്യ ഇന്ത്യ ത്യാഗനിർഭരമായൊരു പോരാട്ടത്തിലൂടെയാണ് മഹത്തായ നമ്മുടെ മാതൃഭൂമിയെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ശില്പികൾ സംവിധാനം ചെയ്തത് എന്ന് ആഴത്തിൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാത്മാഗാന്ധിജിയുടെ ജീവൻ പോലും ബലി അർപ്പിക്കപ്പെട്ടത് മതേതര ജനാധിപത്യ ഇന്ത്യയുടെ സംസ്ഥാപനത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ വീഥിയിലാണ്. ഗാന്ധിജി കൊല്ലപ്പെട്ട സമയം ആ വിവരം ഓൾ ഇന്ത്യ റേഡിയോ അനൗൺസ് ചെയ്ത സമയത്ത് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ആളുകൾ ആവേശപൂർവം മധുര പലഹാരം നടത്തിയ ദുഃഖകരമായ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആ സംഭവം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അന്ന് പറഞ്ഞിരുന്നു, നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ വിലപ്പെട്ട ജീവൻ ഒരു ഭ്രാന്തൻ കവർന്നെടുത്തിരിക്കുന്നു. ആ ഭ്രാന്തൻ സംസ്കാരത്തെ അംഗീകരിക്കുന്നൊരു ജനത ഈ രാജ്യത്ത് വിഷം വമിക്കുകയാണ്. ആ വിഷലിപ്തമായ സാഹചര്യത്തിൽ നിന്ന് ഈ രാഷ്ട്രത്തെ മോചിപ്പിക്കുക എന്നതാണ് മതേതര ജനാധിപത്യ ഇന്ത്യയെ സ്നേഹിക്കുന്ന ഓരോ ഭാരതീയനും നിർവഹിക്കേണ്ട കടമ എന്ന് പറഞ്ഞുകൊണ്ട് പണ്ഡിറ്റ്ജി പറഞ്ഞു, ആ വിഷം നിർമ്മാർജ്ജനം ചെയ്യണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് തന്നെ പണ്ഡിറ്റ്ജി പറഞ്ഞു, ഭാവിയിൽ ദേശസ്നേഹത്തിൻ്റെ ആട്ടിൻ തോലണിഞ്ഞ ഹിന്ദുത്വവാദികൾ മതേതര ജനാധിപത്യ ഇന്ത്യക്ക് വലിയ ഭീഷണിയായിരിക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നു. 76 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ പണ്ഡിറ്റ്ജിയുടെ ആ ദീർഘദർശനത്തിലാണ് സത്യത്തിൽ ഇന്ന് നമ്മുടെ രാഷ്ട്രം അകപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന ദുഃഖകരമായ വേദനാജനകമായ അനുഭവമാണ് നമ്മുടെ രാഷ്ട്രം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ പാർലമെൻറ്റ് സുരക്ഷിതത്വത്തിന് പോലും ഭീഷണിയായ വിധം ദൗർഭാഗ്യകരമായൊരു സംഭവം ഉണ്ടായപ്പോൾ പാർലമെൻറ്റ് സുരക്ഷിതത്വത്തിന് ഭീഷണി ഉയർത്തിയ സംഭവത്തെ അപലപിച്ചവരെ പോലും സസ്പെൻഡ് ചെയ്യപ്പെട്ട സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ജനാധിപത്യത്തിൻ്റെ സ്വർഗ്ഗകുടീരമായ പാർലമെൻറ്റ് മന്ദിരത്തിൽ ഈ രാഷ്ട്രത്തിൻ്റെ വികാരം ഉയർത്തിപ്പിടിക്കുന്ന MP-മാരെ കൂട്ട സസ്പെൻഷൻ നടത്തിക്കൊണ്ട് ജനാധിപത്യത്തെ കൊല ചെയ്യാനാണ് ഈ അടുത്ത കാലത്ത് ഗവൺമെൻറ് മുമ്പോട്ട് വന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഇനിയും വരാനിരിക്കുന്ന ദിവസങ്ങൾ ജനാധിപത്യത്തെ പണാധിപത്യത്തിൻ്റെ മാർഗത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നാം ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നു. നമ്മൾ ആശങ്കയോടെയാണ് നാം കാണുന്നത്. ജനാധിപത്യം വിജയിക്കും, പക്ഷേ പണാധിപത്യത്തെ എങ്ങനെ നേരിടാൻ കഴിയുമെന്ന കാര്യമാണ് മതേതര ജനാധിപത്യത്തിൻ്റെ ഈ മാതൃഭൂമിയെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ മാതൃഭൂമിയുടെ നാശം ദുഃഖത്തോടെ നോക്കിക്കാണുന്നൊരു ജനതയുടെ വികാരം അതാണ്. പണാധിപത്യത്തിൻ്റെ മുമ്പിൽ ജനാധിപത്യം തോറ്റുപോകുമോ എന്ന് നാം ഭയപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ മതേതര ജനാധിപത്യ സാംസ്കാരിക പൈതൃകം, ലോകത്തിന് തന്നെ മാതൃകയായ ഈ സംസ്കാരം അത് കെടാതെ
നശിച്ചു പോകാതെ കാത്തു സൂക്ഷിക്കുക, കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുക എന്നത് ഓരോ ജനാധിപത്യ വിശ്വാസിയുടെയും ഒഴിച്ചുകൂടാത്ത ബാധ്യതയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രിയപ്പെട്ട അഹമ്മദ് സാഹിബ് കണ്ണൂരിൽ നിന്ന് തുടക്കം കുറിച്ച് ലോകത്തോടും വളർന്ന വിശ്വപൗരൻ ഈ അഹമ്മദ് സാഹിബ്, നമുക്ക് അഭിമാനത്തോടെ അഹമ്മദ് സാഹിബിനെ ഓർക്കാൻ കഴിയും. അഹമ്മദ് സാഹിബിൻ്റെ പ്രവർത്തനത്തിലെ ഏറ്റവും നാം ശ്രദ്ധേയമായ രംഗമായി നാം കാണുന്നത് 16 തവണ തുടർച്ചയായി ഇന്ത്യക്ക് വേണ്ടി ഐക്യരാഷ്ട്രസഭയിൽ ശബ്ദമുയർത്താൻ കഴിഞ്ഞ ഭാഗ്യം അഹമ്മദ് സാഹിബിനാണ്. വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് പോലും ലോകവേദിയിൽ ഇന്ത്യക്ക് വേണ്ടി, മതേതര ജനാധിപത്യ ഇന്ത്യക്ക് വേണ്ടി തലയെടുപ്പോടെ ശബ്ദമുയർത്താൻ സാധിച്ച അഹമ്മദ് സാഹിബിൻ്റെ പേരിൽ മതേതര ജനാധിപത്യ ഇന്ത്യ നേരിടുന്ന ഈ വെല്ലുവിളിയെക്കുറിച്ചുള്ള ഏറ്റവും ശ്രദ്ധേയമായ ഒരു ചർച്ച സംഘടിപ്പിച്ച സംഘാടകരെ ഒന്നുകൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ മഹത്തായ വേദിയെ ഔപചാരികമായി ഉദ്ഘാടനമായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കാൽ ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തയായി നമ്മുടെ മുഖ്യാതിഥി ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികളെ സംബന്ധിച്ചുള്ള സെമിനാർ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടിയാണ് അടുത്തുള്ളത്. അതിന് അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. I humbly invite the Honorable Ex-Minister Sri Manishankar Iyer ji for inauguration this seminar and keynote address. അയ്യർ സാറിൻ്റെ പ്രസംഗത്തിൻ്റെ പരിഭാഷ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് ശേഷം ഉണ്ടായിരിക്കുന്നതാണ് മലയാളത്തിൽ. Bismillahirrahmanirrahim. Assalamu alaikum. I am deeply honored to be invited by this organization, which is devoted to historical research, to speak about my great and good friend E. Ahmed on this memorial occasion. Thank you very much for having invited me. I have been to Kannur before, but this is the first time that I have come to honor one of the great sons of Kannur, namely Mr. E. Ahmed. He began his political life here as a municipal councillor and rose from there to represent India frequently at the United Nations. And this, during the course of this rise in his personal life, he interacted with a number of leaders from all communities in India, but particularly with the Qaid-e-Millat, Muhammad Ismail Sahib, after whom Jayalalitha named the Nagapattinam constituency in Tamil Nadu, from where I had been elected, as the Qaid-e-Millat district. Subsequently, the name was removed, but it was from my own constituency that I learnt about the Qaid-e-Millat and the way in which he decided that after the partition of India, which would leave at least 1/3 of the Muslim community of the subcontinent in India, it was necessary for the Muslim community to organize itself politically. When I first came to Malabar,
when I first came to Malabar, it was at the invitation of Sri A. Ahmed. He brought me here for a meeting of the Indian Union Muslim League. I came along with Sri Arjun Singh, and I was given all the time I needed to express myself on the subject of secularism. And my speech was translated by Abdul Samadani, and it was broadcast on the streets of Kozhikode. That was how this young man, as he was then, Saju, first heard me. And after that, for the last 30 years or so, there has been such a long love affair between me and Malabar, and in particular the Indian Union Muslim League, that I have received repeated invitations to come to Malabar and speak at various venues ranging from Kozhikode to Malappuram, Malappuram to Wayanad, Wayanad now to Kannur. And Thrissur, I've been all over. I don't think I've been to Kasargod, but everywhere else, and it's largely the Indian Union Muslim League that has been inviting me to these school functions, college functions, party functions, memorial functions, rallies, and other such political occasions. I have been asked, even by my colleagues in the Congress party, as to why I attend so many IUML functions. My answer to them is that it's because they invite me. And when the president of the Kerala Pradesh Congress Committee sent me a letter asking me to attend today's function, I have sent him a reply saying that following your orders, I am proceeding to Kannur. But I am always intrigued that whereas the Indian Union Muslim League regularly hosts me at various functions in Malabar, the Congress doesn't seem to call me that often. So I'm here as a congressman, and I celebrate the long-standing alliance between the Congress and the IUML, which long predates the India alliance, and will, I hope it will, continue indefinitely into the future. And in this context, after I got to know Sri Ahmed fairly well, I asked him a question which I hoped would not embarrass him. I said, I have read that when Jawaharlal Nehru visited Kerala back in 1965, when I think it was called Travancore Cochin, he said at that time, Jawaharlal Nehru apparently said that he disapproved of communal organizations like the Indian Union Muslim League. So I asked him, what kind of an organization are you? After all, Nehru was very fond of Indian Muslims and played a leading role in making ours a secular country and not a Hindu Rashtra, and in giving the Muslim community an honored and respected place in independent India, particularly through the instrument of the Constitution and by weaving secularism into the warp and the woof of the Indian Constitution. That being so, I said to Ahmed Saab, how is it that Nehru described your organization as a communal organization? And Ahmed Saab sent me
copies of Chandrika dated 1955, in which the Chandrika magazine and the Chandrika newspaper and its writers explained the logic of the establishment of the Indian Union Muslim League. The articles informed me that back in December 1947, the very last meeting of the All India Muslim League was held in Karachi, Pakistan. At that meeting, a proposal was made by the Qaeda-e-Millat that since Pakistan had been created, there needed to be a Pakistan Muslim League and a counterpart Indian Union Muslim League, because the Muslims of these two countries had to organize themselves politically in a different way. In Pakistan, after all, they were to organize themselves within the framework of an Islamic republic, whereas in India, they would have to organize themselves in terms of a secular republic. And therefore, the original All India Muslim League could not be allowed to continue, since one of the major objectives of that, Pakistan, had been achieved, but at the cost of leaving more than a third of the Muslim community here in India. At that time, the Muslim community amounted to about 50 or 60 million. Today, it amounts to over 200 million. And these 200 million Indian Muslims constitute either the second or the third, or just possibly the fourth largest Muslim community in the world. The reason why I'm unable to give an exact figure is that the census that was supposed to have been done several years ago is still to take place. So now we are only guessing as to what is the population of the Muslims of India. But as and when the census is conducted, I am certain that the size of the Muslim community in India will amount to at least 200 million or 20 crore. Indonesia undoubtedly has more Muslims than India. Bangladesh also has more Muslims than India. It is possible that Pakistan will also be found to have a few more million Muslims than there are in India. But if you were to take the three countries of our subcontinent, Bangladesh, Pakistan and India together, we would be second only to Indonesia, and perhaps even cross Indonesia in describing India as a country with the largest Muslim concentration in the whole world. It is that great distinction which Jinnah stole from his own community by splitting the country. And the country that he split into India and Pakistan, as Maulana Abul Kalam Azad had predicted, did not last more than 25 years. And since 1971, instead of two, we have 3 Muslim countries. So the Muslim community of the Indian subcontinent has got split into 3. And here in India, the Muslims are a distinct minority.
And according to the Chandrika of 1955, the argument that was put forward by the Qaeda-e-Millat included the argument that the Muslim League was set up to prevent discrimination against the minorities. But failing in that objective in West Pakistan and in East Pakistan, where the minorities were treated dreadfully and driven out of where they were living, in India, at that time, and under our constitution, they were being treated with dignity, respect, and equality. And therefore, he said, the Muslim League in Pakistan is not fulfilling the objective for which the Muslim League was set up. He said the Muslim League was not set up only to look after a Muslim minority. It was set up to look after minorities everywhere. And since the Pakistan Muslim League was not even looking after its linguistic majority, the Bengalis, let alone its religious minority, the Hindus, it was necessary that to retain the ultimate objective of the Muslim League as set up in the 1930s, or actually back in 1906, it was necessary that the Indian Union Muslim League be set up to protect and uphold the rights and privileges of the minorities of India, and to do so in cooperation with the majority community. And as a token of the Indian Union Muslim League not being anti-Hindu, a Hindu candidate was actually adopted and made to win by the IUML. Therefore, they said that the IUML is perhaps in the line of the original Muslim League, but after the partition of India, it is a separate and distinct institution that is devoted to the protection and promotion of minority interests, including the Muslims, but in cooperation with and in harmony with the majority. So, while it may be appropriate to describe the Muslim League, the Indian Union Muslim League, as a communitarian organization, because its primary focus is on one community, it would be completely wrong to describe it as a communal organization, because a communal organization does not look after its own community. It attacks the other community. That is why I would regard the BJP as a communal organization and the IUML as a communitarian organization. And this distinction must be borne in mind in evaluating the work and contributions of one of the stars of the IUML, Shri A. Ahmed. As I told you, I was elected to Parliament in 1991, about the same time as Shri A. Ahmed. I think, in fact, he and I were contemporaries in Parliament. But whereas I represented the party that held the overwhelming majority, Ahmed Saab represented a party which had very few members in Parliament. And yet, he was so affable, he was so friendly, he was so non-communal, he was a dedicated Muslim, but an equally dedicated secular Indian, that it was a pleasure
to interact with him. And because he found that my own thinking was very similar to his, despite the fact that he was a strong Muslim and I was not a Muslim of any description, we hit it off. We became a pair. And that is how he had me come to Kozhikode in, I think, September of 1992, just after the Tirupati session of the Congress Party, and Arjun Singh and I spoke on that occasion. In subsequent years, this association with both Ahmad Saab in Delhi and with the IUML, especially after Ahmad Saab's death, has continued and remains till this day very strong, as symbolized by my presence as the inaugural speaker at this seminar on E. Ahmed. You can now see why I regard today's invitation as a very special honor bestowed upon me. Thank you very much. And to bring me into the spirit of today's function, my friend Saju, who is the president of the youth wing of the IUML, arranged for me to stay in Sri Ahmed's Calicut home, the Malabar Palace Hotel. I stayed in a room which was one floor below his, but almost immediately below, where Sri Ahmed had made a home for himself. And today when I arrived here, I was taken to the Royal Omars, which I understand functioned as Ahmad Saab's home here in Kannur. So I have been steeped in memories of Sri Ahmed for the last 24 hours or more. And I want to thank both Sri Saju as well as the organizers of today's meeting for having introduced me to the atmosphere in which Ahmad Saab worked out his miracles in this part of Kerala. I was with him when his wife was killed in a car accident. E. Ahmed was never the same man after the death of his wife. It was a terrible shock to him, and he often used to mutter, "Why have they taken her away and not me?" So I have been with him in both joy and sorrow. And because I started my career in the Indian Foreign Service, I was acquainted with the ministry in which he served initially as Minister of State. That is the Ministry of External Affairs. And looking at this book that was just given to me, which is a kind of written memorial to Ahmad Saab, I have just been flicking through it to see what he did, to remind myself of what he did as Minister of State for External Affairs. First and foremost, of course, his job was almost a domestic job, despite being external affairs, because he had primary responsibility for the very large Indian diaspora that lives in the Gulf and is largely drawn from his home state of Kerala. So he was a frequent visitor to Dubai and other points in the Gulf. He had kept in very close touch with the Indian expatriate community, and he gave the diaspora the confidence that they would be looked after by their host countries without being abandoned
by the country from which they had emigrated. His other major achievement as the External Affairs Minister was to cultivate very close relations with the rulers of the Gulf states. He had an excellent personal rapport with Sheikh Rashid of Dubai and with Sheikh Zayed of Abu Dhabi, who was also the president of the United Arab Emirates. And because he cultivated them, they got to understand what was the position of Muslims in India. And because they found that Muslims were by and large being treated with dignity, respect, and equality in our country, they began treating Indian expatriates of different religious extractions in exactly the same way. While recent propaganda has portrayed the Prime Minister of India as having opened the first Hindu place of worship in the Gulf states, the fact of the matter is that more than 100 years ago, or nearly 100 years ago, the first temple came up in Bahrain. There are numerous places of worship of different religions to be found in the Gulf area. And therefore to claim that the Swaminarayan temple in Abu Dhabi is something unusual is to try to underplay the effectiveness of Indian foreign policy, particularly after 1973, when the Gulf became a magnet for the attraction of Indian expatriates. Indeed, one of the funniest incidents that happened to me when I was serving in our embassy in Baghdad is that one of our industrialists came through Dubai to Baghdad. And when he arrived in Baghdad, he told me that the Palestinian coolie who had lifted his luggage spoke to him in Malayalam. This industrialist was from North India, so he didn't understand the Malayalam of the Palestinian coolie, and the Palestinian then upbraided him for not knowing his own mother tongue. He thought all Indians spoke Malayalam. So we have established very good relations with the Muslim countries of West Asia under Jawaharlal Nehru. And just like Mr. Modi claims, after screwing in one bulb into its holder, that I've electrified the whole country, as if making the last step constitutes the whole of the journey. In a similar way, his claim that he has made the UAE a secular country in practice is a completely false claim. The Indian diaspora, starting with the Malayali diaspora, has laid the foundations of the relationship between India and the Gulf countries, and indeed the whole of West Asia. And the proof of that is that Ahmad Saab in the 1990s was our principal interlocutor with the world and with the Palestinians on the question of Palestine. You will all remember that in 1993, Yasser Arafat came to India, and in his presence it was announced that we were upgrading the diplomatic relationship between India and Israel to the ambassador level.
I was introduced at a special audience to Yasser Arafat in Rashtrapati Bhavan when rumors were going around that India would be recognizing Israel at a diplomatic level. So I said to Arafat Saab, I said, you're the only one who can stop this from happening. But I didn't know about the Oslo peace process. And of course, nobody knew except Yasser Arafat himself, and probably he told P.V. Narasimha Rao. And his expectation was, that is, Arafat's expectation was, that peace would get established, that there would be a Palestinian national authority as the first step towards a sovereign Palestine, and India could act as a broker between Tel Aviv and Gaza to ensure that the Oslo peace process was taken to its logical conclusion. I didn't believe it because it seemed to me that the Oslo agreement amounted to no more than Panchayati Raj in the Gaza Strip. The Palestine National Authority were only being given municipal responsibilities. How to keep the roads going, how to plant the trees, how to run the hospitals, how to run the sewerage, how to ensure drinking water, and not the acts of a sovereign state to function as the Palestinians imagined they had obtained in Oslo. So it was a very difficult period of adjustment of India's relations with Israel on the one hand and with Palestine on the other. And in this critical juncture, it fell to Sri E. Ahmed to walk on the tightrope between Gaza, that is Arafat, and the Israeli government to see that not only were the rights of the Palestinians under the Oslo Agreement preserved, but also to see that the process would lead from being an independent municipal authority into being an independent sovereign state. Now, this very difficult act of diplomacy was conducted with consummate skill by Minister E. Ahmed. And I think today we should remember him for this remarkable contribution to India-Arab relations, India-Palestinian relations, and to keep the balance in India-Israel relations. This was done by Sri E. Ahmed, and I think we should remember him with gratitude for the skill with which he did it. I also recall on this occasion that E. Ahmed was a very affable personality. His house was open to anyone at any time. Not only would tea be served or coffee, but snacks would be available and even meals. So his house was always filled with Malayalis looking for jobs in the north. In fact, the joke was that the Malayalis are invading Delhi at the rate of 120 words per minute. Because all the stenographers, all the clerical staff really came from Kerala. So the minister's home in, I think it was Teen Murthy Marg in Delhi, was a kind of Makkah for Malayalis of all religions to come and meet with each other, meet with the minister, place their problems before him in the confidence that he would win. So not only did Ahmed Saab go out to meet the Malayalis in the Gulf, but the Malayalis of Kerala met up with him in Delhi. And of course here,
in Kannur and in Kozhikode when he visited as a representative of the people. Now, unfortunately, and I'll just touch on this because I've already taken up a fair amount of time. Unfortunately, the India to which Sri E. Ahmed devoted his life has ceased to exist for the last 10 years. Yes, we still have a constitution, and it's the same constitution under which Sri Ahmed worked in the decade of the 90s and even into the 21st century. But whereas that constitution's spirit was preserved during the period of not only Congress rule, but also of BJP rule under Atal Bihari Vajpayee. Today, the spirit of the constitution has been leached out of the constitution, and the constitution is being used to cover up acts that just cannot be reconciled with the principles of secularism. You would have all noted that the Prime Minister of the last 10 years has never spoken against the atrocities committed by his supporters against Muslims, Christians, and other minorities. It is disgraceful that murderers are being left free, that riot victims are being further victimized, that Muslim homes are being bulldozed, and with such pride that they take the bulldozer to elections all around the world to say this is how we are dealing with the Muslims. How can a government do this unless it's a government that presided over the pogrom that took place in Gujarat in 2002 and which has since resulted in such polarization between the Hindus and Muslims of Gujarat as to make a Hindu define himself by saying, I'm not a Muslim, and therefore treating Muslims in a completely inhumane manner. How inhumane? The Bilkis Bano case demonstrates. She was repeatedly raped by her own neighbors, people with whom she'd grown up. Her child was taken from her and smashed. Its head was smashed against a stone and it died. Her infant child in her stomach was taken out and displayed. Several of her relatives were raped or killed. And the government of India has nothing to say about this. In Manipur, has nothing to do with Muslims. There is a major tribal war, I would say, going on between the Christian tribals of the hill regions and the Hindu tribals of the valley. The Prime Minister, who is here, there and everywhere, changing his clothes every time. He changes his clothes 6 times a day and he goes to 6 different places a day, has not been able to find 1 minute to change his clothes in Imphal and deal with the problems of the people there. Why? Because it is a communal clash between the majority community and a minority community. He does not seem to understand that a place of worship of one of the communities of India was barbarically destroyed in 1992 and therefore should be condemned. The Supreme Court described the destruction of the Babri Masjid
in its judgment of 2019 as an egregious violation of the law, and then went on to award the ground where the Babri Masjid existed to the perpetrators of this egregious violation. That is called justice. Reading down Article 370, the Supreme Court has taken 5 years to give its judgment. There are many electoral bonds. They came in when Jaitley was the finance minister, and passed by a trick, calling it a money bill. It has taken the better part of a decade for the Supreme Court to say this is wrong. The Supreme Court ought to take cognizance of what is wrong immediately. If complaints are filed before it, it should be immediately dealing with the issue. But it doesn't. And as a result, there are huge delays. Justice delayed is justice denied. The offices of the Election Commissioner of India are being perverted by the manner in which election commissioners are appointed and dismissed. There is persecution of everyone who opposes the BJP, using instruments of governance as instruments of political persecution. The CBI, the Enforcement Directorate, the income tax authorities are all being weaponized by this government to deal with dissidents. Look at their reaction to the electoral bonds decision. They immediately froze the Congress party's accounts. What was the reaction to the formation of the India Alliance? It was to suddenly discover that India is called Bharat, and to put a nameplate Bharat in front of the delegate at G20. It's just tokenism. And the minute it looked as if the India Alliance was coming apart, they went back to India. And now that the alliance is coming together again, they're going back to Bharat. So they play with even the name of the country. They play with the constitution. They play with all the institutions set up by the Constitution of India. They interfere in academics. They produce texts that do not even include the name of Jawaharlal Nehru in the freedom movement. They highlight Savarkar, who was a collaborator with the British. They tell lies about the history of India. They talk of 1,000 years of slavery, when the whole of the Hindu Bhakti movement, starting from Ramanujam Acharya to the Sikh gurus, took place when the Muslims were on the throne of Delhi. It was then that Hinduism acquired today's popular form. That Acharya Tulsidas wrote the Ramcharitmanas in Ayodhya without mentioning the Babri Masjid, without saying that a temple had been destroyed by Mir Baki in order to put up this mosque. So they distort history. They teach the wrong things to our children. They must be stopped. In the name of E. Ahmed and in the name of everything that is decent in our country. They just don't seem to understand that the most striking feature about the Indian subcontinent and the Islamic religion is that if you look at the countries to the west of Pakistan, starting with Afghanistan, Iran, and going into the Arab countries, into North Africa, right up to Mauritania,
wherever the Muslims went, in and after the 7th century AD, they conquered everything before them and converted all these regions into an Islamic region. They even entered Europe, and what today is called Spain and Portugal was called Andalusia by the Muslims when they ruled there. They ruled there for more than 700 years. Yet today, there is no trace of Islam in Spain and Portugal. If you look to the east of India, Bangladesh, Malaysia, Indonesia, southern Philippines, all of them became 100% Muslim. It is only in India that despite Muslim rule for 666 years, from Muhammad Ghori ascending the throne of Delhi in 1192 AD and Bahadur Shah Zafar being sent into exile in 1858. This is a period of 666 years that after Mughal rule ended and a census was taken, it was found that despite ruling this India for 7 centuries, the Muslims were in a minority. They were 24% and the non-Muslims were 76%. It shows that in India, Islam learned to live together with other religions. And that is the character of the IUML. It has invited a non-Muslim to deliver an inaugural lecture for a major Muslim leader of the Muslim League. How has this happened? It is because Islam in India learned to coexist with other religions. And by the same definition, other religions learned to coexist with Islam. And it is this ethos of religious tolerance and harmony and respect for other people's religion that the BJP is intent on dismantling. That is why they have to be stopped. They have to be stopped not for economic policy or foreign policy reasons, those can be brought, but principally because they are dedicated to ending secularism in India and putting in its place a Hindu Rashtra, which will be a complete copy of an Islamic Pakistan. Do we want to become a Hindu Pakistan? That is the key question in the coming elections, and I'm sure all of you here who have gathered in the memory of Shri E. Ahmed will cast your vote against the de-secularization of India that is the first item on Narendra Modi's agenda. Thank you very much. Jai Hind. നമ്മുടെ അഭിവന്ദനായ മണിശങ്കർ അയ്യരുടെ പ്രസംഗത്തിൻ്റെ പൂർണ്ണ രൂപം ബഹുമാനപ്പെട്ട അഖിലേന്ത്യാ MSFൻ്റെ പ്രസിഡന്റ് സാജു പിന്നീട് നിങ്ങളുടെ മുമ്പാകെ സവിസ്തരം പ്രതിപാദിക്കുന്നതാണ്. അതിനു മുമ്പായി നമ്മുടെ ആശംസാ പ്രസംഗം ചെയ്യുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി അവരെ ആദരപൂർവ്വം ക്ഷണിച്ചു. ബഹുമാന്യനായ അധ്യക്ഷൻ, our respected chief guest Manishankar Ayyarji,
മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ കല്ലായി സാഹിബ്, മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് അഹമ്മദ് സാജു, ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി എ ടി സാദുള്ള ഉൾപ്പെടെയുള്ള സമാദരണീയരായ നേതാക്കൾ, ഹരിതം പഠന കേന്ദ്രത്തിൻ്റെ സാരഥികൾ, സ്നേഹധന്യരായ സഹോദരന്മാരെ, ഹരിതം പഠന കേന്ദ്രം ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തെക്കുറിച്ച് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ സെമിനാറിന് അഹമ്മദ് സാഹിബിൻ്റെ സ്മരണ നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രൗഢമായിട്ടുള്ള സദസ്സിന് എല്ലാവിധ അഭിവാദനങ്ങളും ആശംസകളും നേരുകയാണ്. ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗുമായും പ്രത്യേകിച്ച് ഈ അഹമ്മദ് സാഹിബുമായും നമ്മുടെ മുഖ്യാതിഥി ശ്രീ മണിശങ്കർ അയ്യർ ജി കാത്തു സൂക്ഷിച്ചു പോകുന്ന ബന്ധത്തെക്കുറിച്ചും അതിലുള്ള അദ്ദേഹത്തിൻ്റെ അനൽപമായിട്ടുള്ള സന്തോഷത്തെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായി അദ്ദേഹം നമ്മോട് സംസാരിക്കുകയുണ്ടായി. രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന BJP-യിൽ നിന്നും ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് എങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്നത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഉദാഹരണങ്ങളിലൂടെ അദ്ദേഹം നമ്മോട് ചില കാര്യങ്ങൾ പറയുണ്ടായി. മുസ്ലിം ലീഗ് പൂർണ്ണമായും ഒരു സാമുദായിക സംഘടന എന്നുള്ള തലത്തിൽ വിലയിരുത്തപ്പെടുമ്പോൾ BJP ഒരു വർഗീയ സംഘടന എന്നുള്ള തലത്തിലേക്ക് അവരുടെ കാര്യങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നും നരേന്ദ്രമോദിയുടെ അജണ്ട കൃത്യമായും ആ തലത്തിലാണ് എന്നുള്ളതുമാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ സാരാംശം എന്നെനിക്ക് തോന്നുന്നു. തീർച്ചയായും ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും അതുതന്നെയാണ്. അതാണ് വർത്തമാനകാല ഈ സാഹചര്യത്തിൽ ഈ സെമിനാറിനെയും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെയും വളരെ പ്രസക്തമാക്കി തീർക്കുന്നത്. അതിൽ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിനുള്ള നന്ദിയും കടപ്പാടും അദ്ദേഹത്തോട് അറിയിച്ചുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും അതിജയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഇന്ത്യക്ക് ഇത്തരം മതേതര വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ചിന്തയും പഠനങ്ങളും ആണ് പ്രതീക്ഷയുള്ളത് എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഈ പ്രൗഢമായിട്ടുള്ള സദസ്സിനെ ഒരിക്കൽ കൂടി അഭിവാദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. അടുത്തതായി നമ്മുടെ അഭിവന്ദനായ മണിശങ്കർ അയ്യർജിക്ക് ഉള്ള പുരസ്കാരം നൽകലാണ്. പുരസ്കാരം നൽകുന്നത് നമ്മുടെ സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് PV ജൈനുദ്ദീൻ സാഹിബുകളാണ്. അത് നൽകുന്നതിന് വേണ്ടി അദ്ദേഹത്തെയും സ്വീകരിക്കുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട മണിശങ്കർ അയ്യറുകളെയും ആദരവോടുകൂടി ക്ഷണിക്കും. അടുത്തതായി നമ്മുടെ അഹമ്മദ് സാഹിബിൻ്റെ സന്തത സഹചാരിയും അഹമ്മദ് സാഹിബിനെ നിഴൽ പോലെ എപ്പോഴും പിന്തുടരുകയും ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ ബമ്പൻ സാഹിബിനുള്ള പുരസ്കാരം നൽകലാണ്. പുരസ്കാരം നൽകുന്നത് നമ്മുടെ സംസ്ഥാന മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ കല്ലായി സാഹിബുകളാണ്. അതിനുവേണ്ടി ഇരുവരെയും ക്ഷണിച്ചോളൂ. അടുത്തതായി നമ്മുടെ MSF അഖിലേന്ത്യാ പ്രസിഡന്റ് അഹമ്മദ് സാജു അവർക്കുള്ള പുരസ്കാരം നൽകലാണ്. അത് നൽകുന്നത് നമ്മുടെ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് അബ്ദുൽ കരീം ചെലി സാഹിബുകളാണ്. അതിനുവേണ്ടി ഇരുവരെയും ആദരപൂർവ്വം ക്ഷണിച്ചോളൂ.
അടുത്തത് നമ്മുടെ അഭിവാദനായ മുൻ മന്ത്രി മണിശങ്കർ അയ്യരുടെ പ്രസംഗം എൻ്റെ പൂർണ്ണരൂപം ബഹുമാനപ്പെട്ട അഹമ്മദ് സാജു അവറുകൾ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നതാണ്. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ആ ആശംസാ പ്രസംഗവും നൽകുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ആദരവോട് ക്ഷണിച്ചു. അസ്സലാമു അലൈക്കും. ഏറെ സ്നേഹം നിറഞ്ഞ ഈ ചടങ്ങിലെ അധ്യക്ഷൻ, പ്രിയങ്കരനായിട്ടുള്ള ഈ ഹരിതം ചരിത്ര പഠന കേന്ദ്രത്തിൻ്റെ ചെയർമാൻ, വർക്കിംഗ് ചെയർമാൻ അഷ്റഫ് ബംഗാളി മുല്ല സാഹിബ്, ഈ പരിപാടിയിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച ഇതിൻ്റെ ജനറൽ കൺവീനർ പ്രിയപ്പെട്ട സമദ് സാഹിബ്, ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനും ആദരണീയനുമായ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട കലായി സാഹിബ്, ആദരണീയനായ ജില്ലാ പ്രസിഡന്റ് ചേലേരി സാഹിബ്, പ്രിയപ്പെട്ട സഹദുള്ള ഉൾപ്പെടെയുള്ള വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട നേതാക്കളെ, ഈ കൂട്ടായ്മയുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, നമ്മുടെ ഇന്നത്തെ ആദരണീയനായ വിശിഷ്ടാതിഥി, ഇന്ത്യയിലെ പ്രഗത്ഭ പാർലമെൻറ്റേറിയൻ, കേന്ദ്ര പെട്രോളിയം, പഞ്ചായത്തി രാജ്, സ്പോർട്സ്, യുവജനകാര്യ, നോർത്ത് ഈസ്റ്റേൺ റീജിയൻ തുടങ്ങി നിരവധിയായിട്ടുള്ള വകുപ്പുകളിൽ തൻ്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പുതപ്പിച്ച് ഈ 83 വയസ്സ് കാലത്തും ഇന്ത്യയുടെ മതേതരത്വം സംരക്ഷിക്കാൻ വേണ്ടി രാജ്യത്തുടനീളം മതേതരത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സന്ദേശമുയർത്തി പ്രായത്തെ പോലും വകവെക്കാതെ ഈ രാജ്യം ഒന്നാകെ സഞ്ചരിക്കുന്ന പ്രിയങ്കരനായിട്ടുള്ള മണിശങ്കർ അയ്യർ സാർ, ഇന്ന് ഈ ചടങ്ങിൽ നമ്മളെല്ലാവരും ഓർക്കുന്ന നമ്മുടെ ആദരണീയനായ നേതാവ് ഇ അഹമ്മദ് സാഹിബ്, പ്രിയങ്കരനായിട്ടുള്ള മണിശങ്കർ അയ്യർ സാർ തൻ്റെ പ്രസംഗത്തിൽ ഉടനീളം ഊന്നി പറഞ്ഞ വാക്കെന്ന് പറയുന്നത് ഇ അഹമ്മദ് സാഹിബിൻ്റെ കാലത്തുണ്ടായിരുന്ന ഇന്ത്യയും ഇ അഹമ്മദ് സാഹിബ് ഇല്ലാത്ത 10 വർഷവും എന്നൊരു താരതമ്യമാണ് അദ്ദേഹം ഏറ്റവും ചുരുക്കം ആ പ്രസംഗത്തിൽ നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന് അഹമ്മദ് സാഹിബുമായിട്ടുള്ള ബന്ധം എത്രത്തോളമുണ്ട് എന്ന് ഈ കേരളത്തേക്ക് ആദ്യമായി പ്രഭാഷണത്തിന് ക്ഷണിച്ചത് അഹമ്മദ് സാഹിബ് എന്ന് തുടങ്ങി നിരവധിയായിട്ടുള്ള പരിപാടികൾക്ക് പിന്നീട് വന്നത് ആ ഒരു ക്ഷണത്തിൻ്റെ പിന്നാലെയാണ്. എത്രത്തോളം മുസ്ലിം ലീഗിനെയും മുസ്ലിം ലീഗ് പാർട്ടിയെയും സ്നേഹിക്കുന്നു എന്നും കോൺഗ്രസ് ഭരിക്കുന്നതിനേക്കാൾ കൂടുതൽ മുസ്ലിം ലീഗിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ചും ഒരു സാമുദായിക രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ മുസ്ലിം ലീഗിൻ്റെ ആവശ്യകതയും അത് എത്രത്തോളം മതസൗഹാർദ്ദത്തിലൂന്നി പ്രവർത്തിക്കുന്നു എന്നും രാജ്യം ഭരിക്കുന്ന BJP വർഗീയമാണെന്നും ഉദാഹരണ സഹിതം ഇവിടെ അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. അദ്ദേഹം തമിഴ്നാട്ടുകാരനാണ്. ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ അടുത്തറിഞ്ഞ് അവിടെയുള്ള ഒരു ജില്ല, നാഗപട്ടണം എന്ന് പറയുന്ന ഒരു ജില്ല, പിന്നീട് അത് ഖായിദെ മില്ലത്തിൻ്റെ നാമധേയത്തിലായി. അവിടുന്ന് അങ്ങോട്ട് ഈ സാമുദായിക രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് നിരന്തരം പഠിച്ചും ഗവേഷണം നടത്തിയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും അടുത്തറിഞ്ഞിട്ടുള്ള ഒരു നേതാവാണ് പ്രിയപ്പെട്ട മണിശങ്കർ അയ്യർ സാർ. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലൊക്കെ മുഴങ്ങി നിന്നത് അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ പേര് ഉന്നയിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഒരു മത പേരിൽ തന്നെ അറിയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടി എത്രത്തോളം മതസൗഹാർദ്ദപരമായി അല്ലെങ്കിൽ സമൂഹത്തിൽ എല്ലാവരെയും ചേർത്തിണക്കിക്കൊണ്ട് ന്യൂനപക്ഷങ്ങളെയും മറ്റുള്ളവരെയും ഒക്കെ ചേർത്ത് പിടിച്ച് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് വ്യക്തമായി കാണിച്ചു തരുന്ന, അടിവരയിടുന്ന പല സന്ദർഭങ്ങളുമാണ് അദ്ദേഹം നമുക്ക് മുമ്പിൽ കാണിച്ചു തന്നിട്ടുള്ളത്. അത് ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അതിൻ്റെ ആവശ്യകതയെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ അതിനെ ക്രമീകരിക്കുകയും അത് പഠിപ്പിച്ചു കൊടുക്കുകയും ബോധ്യപ്പെടുത്തി കൊടുക്കുകയും എല്ലാം ചെയ്യുന്ന ഉദാഹരണം ചന്ദ്രിക ആഴ്ച പതിപ്പിൽ വന്ന കാര്യങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം, ഞാൻ അതിലേക്ക് പൂർണ്ണമായി കടക്കുന്നില്ല, അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ അദ്ദേഹം ഊന്നി പറഞ്ഞത് ഈ ഒരു കാലഘട്ടത്തിൽ
മഹാനായ അഹമ്മദ് സാഹിബിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഇവിടുത്തെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് വിദേശത്ത് ജീവിക്കുന്ന ആളുകൾക്ക്, അവിടെ ജീവിക്കുന്ന ഇന്ത്യൻ സമൂഹത്തിന് എത്രത്തോളം പ്രിയങ്കരനായിരുന്നു എന്നും അവരുടെ ഓരോ വിഷയത്തിലും അദ്ദേഹം ഇടപെട്ടിരുന്ന കാലഘട്ടവും, അവിടെ ഇരുന്ന് ആ പുസ്തകത്തിൻ്റെ ചെറിയ പേജുകൾ മാത്രം വായിച്ചു നോക്കിയപ്പോൾ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ഈ അനുഭവമാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത്. വളരെ കുറഞ്ഞ സമയം വായിച്ചപ്പോഴേക്ക് ലോകത്തുള്ള മുഴുവൻ രാഷ്ട്ര നേതാക്കന്മാരുമായുള്ള ബന്ധത്തെക്കുറിച്ചും അതിൽ പ്രത്യേകിച്ച് ദുബായ് അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെക്കുറിച്ചുള്ള അഹമ്മദ് സാഹിബിൻ്റെ ബന്ധത്തെക്കുറിച്ചുമൊക്കെ അദ്ദേഹം ഇവിടെ നമ്മുടെ മുമ്പിൽ പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഇന്ന് ലോകത്ത് തന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പലസ്തീൻ വിഷയത്തിൽ, അത് യാസർ അറാഫാത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ അങ്ങനെ ഓസ്ലോ സമാധാന കരാർ ഉൾപ്പെടെയുള്ള കാര്യത്തെ പരാമർശിച്ചുകൊണ്ട് ഒരു രാജ്യത്തെ എങ്ങനെ നല്ല ഒരു സോവറിൻ സ്റ്റേറ്റായി പോകുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാനുള്ള, മറ്റുള്ളവരുടെ അവകാശങ്ങളും കൊടുത്തു കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യത്തെ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയൊക്കെ പരിശ്രമിച്ച കഥകളാണ് അദ്ദേഹം നമ്മുടെ മുമ്പിൽ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഞാൻ അതിനോട് ചേർത്തുകൊണ്ട് ഇന്നത്തെ കാലത്ത് അദ്ദേഹം പറഞ്ഞ ഈ ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികളെ കൂടി അതിലേക്ക് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഈ ഒരു വിഷയം, ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളി, ഞാൻ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ, ഞാൻ നീണ്ട കുറേ കാലങ്ങളായി ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലൊക്കെ സഞ്ചരിച്ച് ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ കണ്ടൊരു മാറ്റം, അത് നമ്മളൊരു താരതമ്യത്തിന് പഠനത്തിന് വിധേയമാകുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യ 2014 മുന്നേയും ഇന്ത്യ 2014 ശേഷം എന്നൊരു താരതമ്യം അവിടെ ചെയ്യുകയാണെങ്കിൽ വ്യക്തമായി ഇന്ത്യൻ ജനാധിപത്യം നേരിട്ടുള്ള വെല്ലുവിളികളെ നമുക്ക് ഓരോന്നോരോന്നായി കാണാൻ സാധിക്കുന്നതാണ്. ഒരു ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ തൂണുകളെന്നറിയപ്പെടുന്ന ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും, അതുപോലെ തന്നെ നാലാം തൂണെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന മീഡിയയെല്ലാം ഇന്ന് എത്രത്തോളം അപകടകരമായ സാഹചര്യങ്ങളിലൂടെയാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ വിഷയത്തിൽ എത്രത്തോളം നമ്മൾ ഗൗരവത്തിൽ ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എല്ലാ ഏജൻസികളെയും, രാജ്യത്തെ ജുഡീഷ്യറി ഉൾപ്പെടെ, അതായത് രാജ്യത്തിൻ്റെ കോടതിയിൽ ഉൾപ്പെടെയുള്ള ജുഡീഷ്യൽ പ്രോസസ്സ് ഉൾപ്പെടെ, ഇവിടുത്തെ എക്സിക്യൂട്ടീവുകളെ, ഇവിടുത്തെ ലെജിസ്ലേച്ചറുകളെ എല്ലാം തങ്ങളുടെ പരിധിയിലാക്കുന്നതോടൊപ്പം തന്നെ ഇവിടുത്തെ എല്ലാ തെറ്റുകളെയും ചൂണ്ടിക്കാണിക്കുന്ന, എല്ലാ മറ്റു വശങ്ങളെയും ചൂണ്ടിക്കാണിക്കുന്ന, നമ്മളൊക്കെ വിളിക്കുന്ന മാധ്യമം എന്ന് പറയുന്ന ഫോർത്ത് എസ്റ്റേറ്റ് മാധ്യമത്തെ പോലും വിലക്ക് വാങ്ങി ഇന്ത്യയിൽ അത്തരത്തിലുള്ള ഒരു ഫാസിസ്റ്റ് അജണ്ട നടപ്പിലാക്കാനുള്ള ഒരു വല്ലാത്തൊരു ശ്രമമാണ് ഇന്ന് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും വലിയ ഉദാഹരണം, ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യ ഇന്ന് 161 സ്ഥാനത്താണ് 180 രാജ്യങ്ങളിൽ. അതായത് രാജ്യത്ത് മാധ്യമരംഗത്തുള്ള സ്വാതന്ത്ര്യത്തെ പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ 180 രാജ്യങ്ങളിൽ 161ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അത് എത്രത്തോളം ഈ രാജ്യത്ത് സ്വതന്ത്രമായ രീതിയിൽ മാധ്യമ പ്രവർത്തനം നടത്താൻ സാധിക്കുന്നുണ്ട് എന്ന് ആ ഒരൊറ്റ കണക്കിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ നിങ്ങൾക്കത് ബോധ്യപ്പെടുന്നതാണ്. കാരണം ഈ രാജ്യത്ത് തങ്ങളുടെ അധികാരത്തിനപ്പുറത്തേക്ക്, തങ്ങളുടെ പരിധിയിൽ വരുന്നതിനപ്പുറത്തേക്ക് ഒന്നും പാടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ കാണിക്കുന്നതൊന്നും പുറം ലോകം കാണാൻ പാടില്ല, ഞങ്ങളുടെ അജണ്ടകൾ നടപ്പിലാക്കുവാൻ നിങ്ങളും കൂടെ നിൽക്കണമെന്ന് പറഞ്ഞ് രാജ്യത്തെ വൻകിട മാധ്യമങ്ങളെപ്പോലും, അത് NDTV ആയാലും CNN, IBN ആയാലും, നമ്മുടെ റോയിട്ട് പോലെയുള്ള വലിയ വലിയ ചാനലുകൾ, റിപ്പബ്ലിക് ചാനൽ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള വാർത്താ മാധ്യമങ്ങളെപ്പോലും വിലക്ക് വാങ്ങി തങ്ങളുടെ പരിധിയിലാക്കാനുള്ള ഒരു ശ്രമം ഇത്തരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ച ബാബരി മസ്ജിദിൻ്റെ വെർഡിക്റ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ് മറ്റൊരു ജുഡീഷ്യൽ രംഗത്ത് എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നത്. ഒരു ആരാധനാലയത്തെ തകർത്ത് അതേ സ്ഥലത്ത് ഒരു പള്ളി പൊളിച്ചൊരു അമ്പലം പണിഞ്ഞു, അതേ സ്ഥലത്ത് അമ്പലം പണിയണമെന്ന് പറഞ്ഞൊരു വിധിയുടെ ആ ഒരു സാഹചര്യത്തെക്കുറിച്ചും അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. അതുപോലെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട്, അവിടുത്തെ ലെജിസ്ലേറ്റീവിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഭരണത്തെ അട്ടിമറിക്കുവാനും തങ്ങളുടെ പരിധിയിൽ കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇന്നത്തെ ഈ വിഷയത്തിൽ ഏറ്റവും മർമ്മപ്രദമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾ, അത് ഈ 2014 ശേഷം ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ വിസിബിളായിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് എല്ലാ രംഗത്തും അതിൻ്റെ ഏറ്റവും വലിയ നമ്മൾ എന്താണ് സൂചിപ്പിക്കുന്ന പോലെ ഏറ്റവും മൂർധനാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ഞാൻ
വിവിധ ക്യാമ്പസുകളിലൊക്കെ യാത്ര ചെയ്യുന്ന ആളാണ്. നമുക്കറിയാം, ഇന്ത്യയിലെ എല്ലാ പോരാട്ടങ്ങൾക്കും സാക്ഷ്യം വഹിക്കുന്നത് രാജ്യത്തിൻ്റെ ക്യാമ്പസുകളാണ്. പക്ഷേ ഇന്ന് ആ ക്യാമ്പസുകളുടെ അവസ്ഥ എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ സർവകലാശാലകൾ പോലും ഈ രാജ്യത്തെ ഭരണാധികാരികൾ തങ്ങളുടെ ന്യായത്തിനനുസരിച്ച്, ഇംഗിതത്തിനനുസരിച്ച് നിൽക്കാത്തവരെ പുറത്താക്കുകയും അവരുടെ താല്പര്യക്കാരെ കുത്തിനിറച്ചുകൊണ്ട് ഈ രാജ്യത്തെ വരാനിരിക്കുന്ന തലമുറയെ വാർത്തെടുക്കുന്ന ക്യാമ്പസുകളിൽ പോലും സംഘപരിവാറുകളുടെ അജണ്ടകൾ നടപ്പിലാക്കുന്ന പ്രദേശങ്ങളായി, അതിൻ്റെ ഒരു സബ് സെൻറ്റേഴ്സായി മാറുന്ന ഒരു ദാരുണമായ ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെ തകർത്തെറിയുവാനും ഇതിനെതിരെയുള്ള ഒരു പോരാട്ടമാണ് നമ്മളിനി തുടങ്ങാനിരിക്കുന്നതും എന്നതാണ് നമ്മൾക്കിവിടെ ഏറെ പ്രസക്തമായിട്ടുള്ള കാര്യം. അതിലേക്കാണ് ഇന്ത്യ അലയൻസ് എന്ന് പറഞ്ഞ ഈ രാജ്യത്തെ മുഴുവൻ പ്രതിപക്ഷ കക്ഷികളെയും ഒരുമിച്ച് ചേർത്തിക്കൊണ്ട് ഒരു മുന്നണി രൂപീകരിച്ച് ഈ ഫാസിസത്തോടെതിരെ പോരാടുക എന്ന വലിയ ദൗത്യവുമായാണ് ആ ഒരു സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിനെ തകർക്കുക, ആ ഒരു മുന്നേറ്റത്തെ ഇല്ലാതാക്കുക എന്ന ഫാസിസ്റ്റ് അജണ്ടയുടെ തുടക്കമായിരുന്നു ബീഹാറിലെ നിതീഷ് കുമാറിനെ പുറത്താക്കുന്നതോടുകൂടി തങ്ങളുടെ പരിധിയിലേക്ക് എല്ലാം കൊണ്ടുവന്നു എന്ന ധാരണയിൽ പോകുന്ന സമയത്താണ് രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു നീതിന്യായ കോടതിയിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയൊരു പ്രഹരം അവിടെ നടന്ന ചണ്ഡീഗഡിൽ നടന്നൊരു തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള അധികാര ദുർവിനിയോഗമാണെന്നും അത് തെറ്റായ ഒരു മെസ്സേജ് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു ആവേശം, നമ്മുടെയൊക്കെ ജനാധിപത്യം പുലരണമെന്നും ഈ രാജ്യത്തെ തിരിച്ചു പിടിക്കണമെന്നും നമ്മുടെ ആവേശം തിരിച്ചു വന്നതിൻ്റെ ഒരു വല്ലാത്തൊരു കാഴ്ചയാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരാഴ്ചയ്ക്ക് ശേഷം ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയപരമായ മാറ്റങ്ങൾ ഇന്നും കേൾക്കുന്നത് ശുഭകരമായ വാർത്തയാണ്. രാജ്യത്തിൻ്റെ ഏറ്റവും കൂടുതൽ എംപിമാരുള്ള യു-പിയിലും ബീഹാറിലും ബംഗാളിലും ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും ആസമിലും ഡൽഹിയിലും പഞ്ചാബിലും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ, തമിഴ്നാടും കർണാടകയും ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മക്ക് ഏറെ പണ്ടൊന്നുമില്ലാത്തൊരു ആവേശത്തിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാനിടയായി എന്നതും നമുക്കേറെ പ്രതീക്ഷ നൽകുന്നൊരു കാലഘട്ടമാണ്. അവസാനത്തേക്ക് അദ്ദേഹം സൂചിപ്പിച്ച മറ്റൊരു കാര്യത്തിലേക്കും കൂടി ഞാൻ അവസാനിപ്പിക്കുന്ന ഇന്ത്യയുടെ ഭരണഘടനയെക്കുറിച്ചാണ്. എന്തൊരു തരത്തിലുള്ള നീക്കമാണ്! ഞാൻ ഇപ്രാവശ്യം ഡൽഹിയിൽ പോയപ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ എം.പിയുടെ വീട്ടിൽ ഇപ്രാവശ്യം പാർലമെൻറ്റ് ഉദ്ഘാടനത്തിന് കൊടുത്ത ഭരണഘടനയുടെ കോപ്പി ഞാൻ വായിച്ചു. അത് തുടങ്ങുമ്പോൾ തന്നെ ഇന്ത്യയുടെ പ്രിയാമ്പിളാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആദ്യം ഉണ്ടാകുന്നത്. അവിടെ ഇത്രയും കാലം നമ്മൾ വായിച്ചിരുന്ന വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ ടു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് അതിൻ്റെ ആമുഖത്തിൽ എഴുതിയപ്പോൾ ഇതേ ഭരണഘടനയുടെ കോപ്പി ഇപ്രാവശ്യം ഇന്ത്യയുടെ പാർലമെൻറ്റ് മെമ്പർമാർക്ക് വിതരണം ചെയ്തതിൽ ആ സോഷ്യലിസ്റ്റ്, ആ സെക്യുലർ എന്ന ഭാഗം അടർത്തിയെടുത്ത് അവരെന്തായിരുന്നുവോ ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ എന്താണോ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് അത് വ്യക്തമായി ആ ഭരണഘടനയിലൂടെ എഴുതി കൊണ്ടുവന്ന് പുതിയ തലമുറയ്ക്ക് മുന്നിൽ ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഇതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഇതാണ് ഞങ്ങൾ വിഭാവനം ചെയ്യുന്നത് എന്ന് പറയുന്ന രീതിയിലേക്ക് പോകുന്നൊരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയ നാഥുറാം ഗോഡ്സെയാണ് എൻ്റെ ഹീറോ എന്ന് പറഞ്ഞത് ഉത്തരേന്ത്യയിലല്ല. നാഥുറാം ഗോഡ്സെയാണ് എൻ്റെ ഹീറോ എന്ന് പറഞ്ഞ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക, ഞാൻ വരുന്ന കോഴിക്കോട് NIT-യിലെ അധ്യാപികയാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് യു-പിയിലോ ബീഹാറിലോ ഉള്ള അധ്യാപികയാണെന്ന്. അല്ല, അവർക്ക് എഴുതാനുള്ള പ്രചോദനവും എഴുതാനുള്ള ധൈര്യവും അവർക്ക് കൊടുക്കാനുള്ള ആ ഒരു പ്രേരണയും എവിടെ നിന്ന് കിട്ടി എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. വരാനിരിക്കുന്ന ഒരു 50 വർഷക്കാലത്തെ ഈ രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ സെക്കുലർ എന്ന പദം പോലും മനഃപൂർവ്വം ഒഴിവാക്കിക്കൊണ്ട്, നേരത്തെ അയ്യർ സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രത്യേക മതവിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗത്തെയൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, ഒരു ന്യൂനപക്ഷ വിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു ഭരണകൂടം പോകുമ്പോൾ അവിടെ കേവലം ഒരു കാണികളായി നോക്കി നിൽക്കാതെ തങ്ങളുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി ഇത്തരത്തിലുള്ള ആളുകളെ തിരിച്ചറിഞ്ഞ് നാളെയുടെ ഇന്ത്യയെ, യഥാർത്ഥ ഇന്ത്യയെ നാം വിഭാവനം ചെയ്ത നെഹ്റുവും ഗാന്ധിയും എല്ലാവരും വിഭാവനം ചെയ്ത ആ ഒരു നന്മയുടെ, സൗഹൃദത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, മതേതരത്വത്തിൻ്റെ ഇന്ത്യയെ തിരിച്ചു പിടിക്കാൻ നമ്മൾ ഒരുമിച്ച് നിൽക്കുക എന്നതുകൂടിയാണ് അദ്ദേഹം അവിടെ തൻ്റെ പ്രസംഗത്തിലൂടെ എടുത്തു പറയാനുള്ള സാഹചര്യം അവിടെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ഒരു വലിയ മനുഷ്യനെ, മഹാനായ ഇ അഹമ്മദ് സാഹിബിനെ ഓർക്കുന്ന ഈ വേളയിൽ അദ്ദേഹം ഈ രാജ്യത്തിന് കൊടുത്ത സംഭാവനകളും അദ്ദേഹത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളും
പ്രത്യേകിച്ച് രാജ്യാന്തര തലത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും ഒക്കെ ഈ സമൂഹത്തിനുണ്ടാക്കിയ മാറ്റങ്ങളും എല്ലാം ഉൾക്കൊള്ളിക്കുകയും അതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ ഈ വെല്ലുവിളികളെ അതിജീവിക്കാൻ ഒരുമിച്ച് നിൽക്കേണ്ട സാഹചര്യത്തെയും ഊന്നി പറഞ്ഞുകൊണ്ടുള്ള എല്ലാ മേഖലയും സ്പർശിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും പ്രചോദനമായി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അതിൽ കൂടുതലൊന്നും ഇനി ഇവിടെ സൂചിപ്പിക്കാനില്ല. ഇൻഷാ അല്ലാഹ് ഒരു പ്രതീക്ഷ നമുക്കുണ്ടാവണം. ഈ രാജ്യത്തെ നമുക്ക് തിരിച്ചു പിടിക്കണം. ഇത് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയുമാണ്. ഇത് ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും അതുപോലെ തന്നെ സരോജിനി നായിഡുടെയും മൗലാന അബുൽ കലാം ആസാദിൻ്റെയും എല്ലാവരും ചേർന്ന് ഈ രാജ്യത്തിന് കൊടുത്തൊരു സന്ദേശമുണ്ട്. ആ സന്ദേശത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എല്ലാ തരത്തിലുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും മറന്നുകൊണ്ട് നമ്മൾ ഒന്നാണ് എന്നുള്ള സന്ദേശം ലോകത്തിന് കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ ഈ രാജ്യത്തെ തിരിച്ചു പിടിക്കാൻ ഒരുമിച്ചുള്ള പോരാട്ടത്തിന് നമ്മൾ തയ്യാറാകുക. അതാണ് ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പും വരാനിരിക്കുന്ന ദിനങ്ങളും അതിലേക്കാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. അടുത്തതായി ആശംസാ പ്രസംഗം തന്നത് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ടി സഅദുള്ള സാഹിബ് അവരാണ്. അദ്ദേഹത്തെ ആദരവോടെ ക്ഷണിച്ചു. അസ്സലാമു അലൈക്കും. ബഹുമാന്യനായ അധ്യക്ഷൻ അഷ്റഫ് ബംഗാളി മൊഹല്ല, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ അബ്ദുറഹ്മാൻ കല്ലായി സാഹിബ്, മുഖ്യപ്രഭാഷണം നടത്തിയ ബഹുമാന്യനായ മുൻ കേന്ദ്രമന്ത്രി കൂടിയായ മണിശങ്കർ അയ്യർ, വേദിയിലിരിക്കുന്ന ഹരിതം ചരിത്ര പഠന കേന്ദ്രത്തിൻ്റെ ഭാരവാഹികളെ, ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി അടക്കമുള്ള മറ്റ് ബഹുമാന്യരായ നേതാക്കളെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കണ്ണൂർ സിറ്റിയിൽ നിന്ന് ഹരിത പതാക പിടിച്ച് ലോകോത്തര വേദികളിലേക്ക് ഉയർന്നു വന്ന ഈ അഹമ്മദ് സാഹിബ് ഇന്ത്യയുടെ നയങ്ങളും ആശയങ്ങളുമൊക്കെ തന്നെ രാഷ്ട്രങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് പോലും നിയോഗിച്ച ഒരു ബഹുമുഖ വ്യക്തിത്വത്തിൻ്റെ ആയിരുന്നു ഈ അഹമ്മദ് സാഹിബ്. മുസ്ലിം ലീഗിൻ്റെ ഹരിത പതാക പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യൻ പാർലമെൻറ്റിലും അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയിലുമൊക്കെ തന്നെ ഇന്ത്യയുടെ മുഖമായി മാറാൻ സാധിച്ചിട്ടുള്ളത്. ഇന്ന് ഈ ഹരിത ചരിത്ര പഠന കേന്ദ്രം അഹമ്മദ് സാഹിബിനെ ഓർക്കുമ്പോൾ തകരുന്ന ഇന്ത്യൻ ജനാധിപത്യത്തെക്കുള്ള സെമിനാറാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കൊക്കെ തന്നെ അറിയാം, ജനാധിപത്യം മാത്രമല്ല രാജ്യത്തിൻ്റെ മതേതരത്വവും ഒക്കെ തകർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ ഭരണഘടനയെ തന്നെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് സംഘപരിവാറിൻ്റെ അജണ്ടകൾ ഏകാധിപത്യ രീതിയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അങ്ങനെ നമ്മുടെ ജനാധിപത്യ ഇന്ത്യ, മതേതര ഇന്ത്യ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊക്കെ തന്നെ അതിനെതിരായ പോരാട്ടത്തിൽ കണ്ണികളാകുക, അഹമ്മദ് സാഹിബ് കാണിച്ചെന്ന ആ മാർഗത്തിലൂടെ സഞ്ചരിച്ച് മുന്നോട്ട് പോകുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഹരിതം ചരിത്ര പഠന കേന്ദ്രം സംഘടിപ്പിച്ച ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. ഇനിയും ആശംസാ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി നിരവധി വ്യക്തികളുണ്ട്. പക്ഷേ സമയദൈർഘ്യത്താൽ അവരെല്ലാം തന്നെ ആശംസ നടത്തിയതായി അറിയിച്ചിരുന്നു. ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി MP മുഹമ്മദ് അലി, ഇബ്രാഹിം കുട്ടി തിരുവട്ടൂർ, അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗ് നേതാവ് C മുഹമ്മദ് കുഞ്ഞി, അതുപോലെ എക്സ് MLA MC കമറുദ്ദീൻ, ലോയസ് ഫോറത്തിൻ്റെ MTP കരീം തുടങ്ങിയ നിരവധി നേതാക്കന്മാരെല്ലാം തന്നെ വേദിയിലും സദസ്സിലുമുണ്ട്. അവരെല്ലാം തന്നെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചതായി അറിയിച്ചിരിക്കുന്നു. അടുത്തതായി നിങ്ങളെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ സംഘാടക സമിതിയുടെ ചെയർമാൻ അഡ്വക്കേറ്റ് PV ജൈനുദ്ദീൻ അവർ ക്ഷണിച്ചോളൂ. പ്രിയമുള്ളവർ, ഈ ചടങ്ങിന് ഒറ്റ വാക്കിൽ എല്ലാ ആശംസകളും നന്മകളും തരും. മഹാനായ അഹമ്മദ് സാഹിബിന് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. അടുത്ത തിരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ മുസ്ലിം ലീഗ് പങ്കുള്ള മുന്നണി അധികാരത്തിൽ വരാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അടുത്തതായി നന്ദി പ്രകടനം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ ട്രഷറർ PV റയീസ് അവരുടെ ആദരവും ക്ഷണിച്ചുകൊള്ളുന്നു.
അതുപോലെ തന്നെ നമ്മുടെ ഹാളിൻ്റെ സൈഡിൽ ചായ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അത് ചായ എല്ലാവരും കുടിച്ചിട്ടേ പോകാൻ പാടുള്ളൂ എന്ന് വിനീത അഭ്യർത്ഥിക്കുന്നു. നന്ദി പ്രകടനത്തിന് വേണ്ടി റئീസ് അവറുകളെ അതിൽ ഉൾപ്പെടുത്തും. അസ്സലാമു അലൈക്കും. ഹരിതം ചരിത്ര പഠന കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ വെച്ച് നടന്ന അഹമ്മദ് സാഹിബ് അനുസ്മരണ സെമിനാറിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ബഹുമാന്യനായ മണിശങ്കർ അയ്യവറുകൾ, ഇത് യോഗം ഉദ്ഘാടനം ചെയ്ത മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട കലായി സാഹിബ്, ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി, ജില്ലാ സെക്രട്ടറി കെ ടി സഹദുള്ള, ഇവിടെ വെച്ച് നമ്മൾ ആദരിച്ച ബഹുമാനപ്പെട്ട ബമ്പൻ സാഹിബ്, അതുപോലെ വേദിയിലും സദസ്സിലുമുള്ള മുഴുവൻ നേതാക്കന്മാരെയും ഹരിതം ചരിത്ര പഠന കേന്ദ്രത്തിന് വേണ്ടി ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി. ജയ് ഹിന്ദ്.